ദൈവ തേജസ്സിന്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും മാനവരാശിയുടെ പാപങ്ങൾക്കു പരിഹാരം കാൽവരിയാഗത്താൽ ഉളവാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലഭാഗത്തിരിക്കുന്നവനുമായ കർത്താവായ യേശുനാഥന്റെ പാദാന്തികേ നമിക്കുന്നു. അരികിലെൻ്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ, പറയുമോരോ വാക്കുകൾ തളരാതെ ഞാനും കേട്ടേ. കേട്ടു നിന്ന നേരം ഈശോനാഥനെന്നെ നെഞ്ചോടു ചേർത്തു ചൊല്ലിയോ, നിന്നെ കാത്തു നിൽക്കും ഞാൻ. അരികിലെൻ്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ, പറയുമോരോ വാക്കുകൾ തളരാതെ ഞാനും കേട്ടേ. ആരുണ്ട് നീയല്ലാതെന്റെ മൗനം മൂടും ദുഃഖം നീക്കാനായി? ആരുണ്ട് നീയല്ലാതെന്നിൽ കണ്ണീർ നീക്കും സ്നേഹം നൽകാനായി? ജനി മുതൽ മൃതി വരെ ഒടുവിലാ കുഴി വരെ നാഥൻ മനസ്സിതിലുണരും, നോവിൻ അനുഭവമകലും. അരികിലെൻ്റെ യേശുവിൻ പ്രിയരൂപം ഞാനും കണ്ടേ, പറയുമോരോ വാക്കുകൾ തളരാതെ ഞാനും കേട്ടേ. ആഴക്ക് കണ്ണീരിനുപ്പും നന്ദി വാക്കും മാത്രം നൽകിടാം ഞാൻ. ആവോളം നാഥാ നിൻ നാമം എന്നും പാടാം, പിന്നേ വന്നിടാം ഞാൻ. തളരവേ തുണയുമായി അണയുമെൻ ഇടയനെ, രാവും പകലിതു മുഴുവൻ വാഴ്ത്തി മനസുഖമറിയാം. അരികിലെൻ്റെ യേശുവിൻ
അതുധാന്യങ്ങൾ ഉദ്ധാനം രക്ഷയും നൽകുന്നു. ഒരാളുടെ കീർത്തനങ്ങൾ പാടും ഭാഗങ്ങൾ മാറ്റണമേ നിൻകറിയാതെ മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. ആദിമുതൽ നീക്കുവാമീൻ തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ായും മിന്നി വിളങ്ങും വദനമരുളയാൻ വരമരുളേണം. ഉന്നതകലാമിശിഹാനാഥ ഹൃദയല്ലായും മിന്നി വിളങ്ങും വദനമരുളയാൻ വരമരുളേണം. അകാത്മീയത്തിലേക്ക് വഞ്ചിക്കുന്ന സ്തുതി. കർത്താവേ ശബ്ദം കേൾക്കണമേ. കർത്താവേ നീ പാപമെല്ലാം ശേഷിയുണ്ടാകും. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. കുട്ടിയാവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കർത്താവെ നീ ഞാൻ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേലിന്റെ പാപമെല്ലാം അവൻ രക്ഷിക്കും. ആദ്യം ആമേൻ. അകാലത്ത് ഞാൻ വിളിക്കുന്നു. പരിചരിക്കുന്നവനെ എതിരാകുന്ന സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ആമേൻ. കർത്താവേ ജയിക്കണമേ.
അപ്പമായി വന്നു എന്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. ദാഹത്താൽ കേഴുമ്പോൾ നാഥൻ എന്റെ ദാഹം ശമിപ്പിച്ചു തന്നു. ക്ലേശത്താൽ നീറുമ്പോഴെല്ലാം എന്റെ ക്ലേശങ്ങളിൽ താനണഞ്ഞു. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. രോഗത്തിൻ നേരത്ത് നാഥൻ എന്റെ ദീനത്തിൽ പങ്കാളിയായി. ചാരത്ത് വന്നെത്തി വേഗം ദിവ്യ സൗഖ്യത്തിനാനന്ദമേകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. തീരാത്ത സ്നേഹം നാഥൻ തോരാതെ ഏകി. ജീവന്റെ അപ്പമായി വന്നു എന്റെ നാഥനാമീശോ ഇന്നെന്നിൽ. ദ്യോവിന്റെ വാതിൽ തുറന്നു തന്റെ ദാനങ്ങൾ എന്നിൽ ചൊരിഞ്ഞു. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ,
തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. മുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിതാ നിൽപ്പൂ. അൾത്താരമുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിതാ നിൽപ്പൂ. എൻ കൈകളെന്നും പാവനമാക്കൂ, ഹൃദയത്തിൽ എന്നും വസിക്കൂ. അനുഗ്രഹിക്കൂ നാദാവേഗം. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ. ഞാനറിയാത്തൊരു ലോകത്തു നിന്നും കാരുണ്യം ചൊരിയും നാഥ. ഞാനറിയാത്തൊരു ലോകത്തു നിന്നും കാരുണ്യം ചൊരിയും നാഥ. എൻ മനക്കണ്ണാൽ എന്നു ഞാൻ കാണും ചൈതന്യമേറും നിൻ രൂപം. ഒരു നോക്കു കാണാൻ കനിയൂ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ. സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. പ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ ദൈവം. കാലപ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ ദൈവം. സംഭ്രമിക്കേണ്ട മകനേ, ഞാനാണു നിന്റെ
ഒരു കുഞ്ഞിനെ പോൽ നിന്നെ താലോലിച്ചു എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ സംരക്ഷിച്ചു ഒരു കുഞ്ഞിനെ പോൽ നിന്നെ താലോലിച്ചു എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ സംരക്ഷിച്ചു പിച്ചവച്ചു നടന്ന എൻ പൂങ്കുരുന്നേ നിന്നെ മാറോടു ചേർത്തു ഞാൻ വച്ചു പിച്ചവച്ചു നടന്ന എൻ പൂങ്കുരുന്നേ നിന്നെ മാറോടു ചേർത്തു ഞാനും വച്ചു കാലപ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും സംഭ്രമിക്കേണ്ട മകനേ ഞാനാണു നിന്റെ ദൈവം സംഭ്രമിക്കേണ്ട മകനേ ഞാനാണു നിന്റെ ദൈവം ഞാൻ നിനക്കായെന്നും ശാന്തിയേകാം നിന്റെ ഹൃദയത്തിൽ ഞാനെന്നും വാസമാക്കാം ഞാൻ നിനക്കായെന്നും ശാന്തിയേകാം നിന്റെ ഹൃദയത്തിൽ ഞാനെന്നും വാസമാക്കാം പാപാന്ധകാരം നീക്കിയെന്നും നിന്നെ ഞാൻ ജീവന്റെ പാതയിലേക്ക് നയിക്കാം. സങ്കടപ്പെടുന്ന ആശ്രയിക്കുകയും ചെയ്യുന്നു നിന്റെ വാർത്താനങ്ങളുടെ പ്രതീക്ഷ കർത്താവേ ഞാൻ ആശ്രയിച്ചു കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു അതുടാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയുമയിലും നൽകുന്നു അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമലയുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയങ്ങേ സുതരാവണം നോക്കണമേ അവരാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു ആദിമുതലേക്കുവാമേൻ തെളിവായി എന്നുടെ നാഥാനിൻ തിരുകിരിയെല്ലാം കാണുന്നു നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം.
സഹായിക്കുമാറാവട്ടെ. ജീവന്റെ വെള്ളത്തിന്റെ നാദനം പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ആകാശത്തിലും ഭൂമിയിലും ശക്തനാകുന്നു. നമ്മുടെ ജീവന്റെ ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ വെള്ളത്തിന്റെ നാദനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ആമേൻ. ഉന്നത നിർവനായ വിശുദ്ധനാഥ മകരെല്ലാരും നിന്റെ വിളങ്ങവും വചനമുണരായി വരമരുളണം. ഉന്നതനാം മിശിഹാനാഥ ഹൃദയരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ ഉദയപ്രഭയിൽ പിന്തരമല്ലും തൊന്നിമുഴങ്ങും കാവളനാദം പൂജിതമല്ലോ. ഉന്നതനാം മിശിഹാനാഥ ഹൃദയരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. ോരം നഗരാൻ മദരേ നവനാവളവും മണവറയുങ്ങളിൽ ചേർക്കണം ഈശോ. ഉന്നതനാം മിശിഹാനാഥ ഹൃദയരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. അതാത്തുനിന്ന് ഞാൻ വിളിക്കുന്നു, മറ്റൊരു കേൾപ്പിക്കുന്നതിനെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ ശബ്ദം കേൾക്കണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം വർദ്ധിക്കുകയും അപേക്ഷയുണ്ടാകും. പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പുലിയാവാൻ പ്രാർത്ഥിക്കുന്നവർക്കായ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. ആദ്യം ആമേൻ. അതായത് ഞാൻ വിളിക്കുന്നു, മനുഷ്യർപ്പിക്കുന്നതിനെ നിന്റെ നാമത്തെ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. നിന്റെ വലത്ത് ഭാഗത്ത് നടത്തുകയും ചെയ്യട്ടെ. ജീവനെ വെള്ളത്തിലേനാകണം പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്നവരെ അവിടെ പരിപാലിക്കണമേ. ധ്യാനം പ്രദേശമങ്ങളോട് പോലെ ഉയർത്തണമേ. ജീവനെ വെള്ളത്തിലേനാകണം പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും മതത്താലും പ്രവൃത്തിയാലും അറിഞ്ഞറിയാതെയും നിന്റെ ദാസനമ്മ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് ഈ സഹോദരിയെ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും ആമേൻ. കേൾപ്പിക്കുന്നതിനെ നാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. വിശുദ്ധായ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന പ്രിയപ്പെട്ട ഈ സഹോദരി കുഞ്ഞമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. സഭയുടെ ഔദ്യോഗിക നാമത്തിലുള്ള ഈ പ്രാർത്ഥന, ചെറിയ ഓഫീസ് ചെറുതെങ്കിലും വളരെ അർത്ഥവത്തായിരിക്കുന്ന ഈ പ്രാർത്ഥന ഈ സഹോദരിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് സഹോസാറിനും മക്കൾക്കും കുടുംബത്തിനും മുഴുവനും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ ദുഃഖത്തെ പ്രാർത്ഥനയുടെ രൂപത്തിൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്റെ നാമത്തിന് സ്തുതി. കണ്ണികളുടെ കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു.
നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷിക്കാൻ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും മഹിമയോടന്തിമ വിരുന്നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിർത്തണമേ നല്ലവരൊത്തു വലം പോകേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയുമയിലും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവമീ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാന്റെ കീർത്തനങ്ങൾ പാടും മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിലവരാനന്ദിക്കും കർത്താവേ നിൻ സോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമുതലേക്കുവാമേൻ തെളിവായ എന്നുടെ നാഥാനിൻ തിരുവിളിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുജർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. ഉന്നത നൃപനാമിസിഹാനാഥ മൃഗരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. ഉന്നതനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും ഗാഹരനാദം പൂജിതമല്ലോ. ഉന്നതനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. അന്ത്യമില്ലാത്തോരവികലമോദം നുകരാൻ മൃഗരേ മഹിമാവഴകം മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നതനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. പുലരിയാവാൻ കാത്തിരിക്കുന്ന
കാക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ നിധി കർത്താവേ, ഇതിന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും മുതിർന്ന പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രദേശത്ത് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായി മിശിഹായി നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി പ്രകടനവും ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന പ്രതീക്ഷാനിർഭരമായ ഒരു ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സ്ഥിരമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ നല്ലൊരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ. കർത്താവിൻ നല്ലൊരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ. പച്ചപ്പുൽത്തകിടികളിൽ താൻ വിശ്രാന്തി എനിക്കരുളുന്നു. പച്ചപ്പുൽത്തകിടികളിൽ താൻ വിശ്രാന്തി എനിക്കരുളുന്നു. നിശ്ചലമാം നീർച്ചോലയതിൻ സവിധത്തിൽ ചേർത്തിടുമെന്നെ. നിശ്ചലമാം നീർച്ചോലയതിൻ സവിധത്തിൽ ചേർത്തിടുമെന്നെ. കർത്താവിൻ നല്ലൊരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ. എൻ പ്രാണനു ശീതളമാകും തിരുനാമമതോർമ്മിച്ചെന്നെ. എൻ പ്രാണനു ശീതളമാകും തിരുനാമമതോർമ്മിച്ചെന്നെ. നേർവഴിയിൽ തന്നെ നയിപ്പൂ കുറവേതുമെനിക്കില്ലതിനാൽ. നേർവഴിയിൽ തന്നെ നയിപ്പൂ കുറവേതുമെനിക്കില്ലതിനാൽ. കർത്താവിൻ നല്ലൊരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ. കർത്താവിൻ നല്ലൊരിടയൻ വത്സലനാം നായകനും താൻ തൻ കൃപയാൽ മേച്ചിടുമെന്നെ കുറവേതുമെനിക്കില്ലതിനാൽ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോതിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. അരുളി ഞാൻ എൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ
വഞ്ചകരാണഖില ജനങ്ങളുമെന്നായി മെല്ലെ അരുളി ഞാൻ എൻ വിഭ്രാന്തിയിൽ അറിവില്ലാതെ വഞ്ചകരാണഖില ജനങ്ങളുമെന്നായി മെല്ലെ കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കർത്താവെന്നിലുതിർത്തൊരനുഗ്രഹവർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. കർത്താവിന്നിലുതിർത്തൊരനുഗ്രഹവർഷങ്ങൾക്കായി എന്തൊരു പ്രത്യുപകാരം നൽകാൻ കഴിയുമെനിക്ക്. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവനനാമം ചൊല്ലി വിളിക്കും ഞാൻ. രക്ഷാചഷകം കയ്യിലെടുത്തു നടക്കും ഞാനെൻ കർത്താവിൻ പാവനനാമം ചൊല്ലി വിളിക്കും ഞാൻ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. കർത്താവേ, നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. കർത്താവേ, നിൻ സകല ജനങ്ങൾക്കിടയിലിരുന്ന് ഒന്നൊഴിയാതെന്നുടെ നേർച്ചകൾ കാഴ്ചയണയ്ക്കും ഞാൻ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൽ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. വിശ്വാസത്തിൽ ജീവിപ്പോരുടെ മരണം പാർത്താൽ നാഥൻ തന്നുടെ ദൃഷ്ടിയിലേറെ അമൂല്യമതാമല്ലോ. കഷ്ടത തൻ നടുവിൽ ഞാനെന്നോദിയ വേളയിലും കർത്താവിൽ മാമക ശരണം വയ്ക്കുകയായി ഞാൻ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ, എൻ സ്നേഹമൊക്കെയും നിന്നിലർപ്പിക്കട്ടെ. എല്ലാം പൊറുത്തരുളുന്നവനേ, ഞാൻ വിളിച്ചർത്തിച്ച വേളയിലങ്ങുന്ന രോദനമെല്ലാം ശ്രവിച്ചുവല്ലോ. ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ, മരണപാശത്തിൻ്റെ ബന്ധനമേറുന്നു, നരകത്തിൻ കെണിയിൽ വീണുഴലുമ്പോൾ മരണപാശത്തിൻ്റെ
നഷ്ടങ്ങളിലാണ്ടാണ്ടു ദുഃഖത്തിൻ കനലിൽ ഞാൻ വീണൊരു വേളയതിൽ താവകനാമം വിളിച്ചു പ്രാർത്ഥിച്ചു ഞാൻ എളിയോരൻ ജീവനെ കാത്തിടുവാൻ ദീനനാമെൻ്റെ അപേക്ഷകൾ കേൾക്കുന്ന കാരുണ്യവാനായ കർത്താവേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. എന്മേലെന്നുടെ ശത്രുക്കൾ വിജയം കൊണ്ടെന്നവകാശം ഉച്ചരവത്തിലുയർത്താനായി അല്പവുമങ്ങിടയാക്കരുതേ, അല്പവുമങ്ങിടയാക്കരുതേ. എന്നാത്മാവിനെ ഞാനങ്ങേ സന്നിധി തന്നിലുയർത്തുന്നു. ലജ്ജിതനാകാതങ്ങിൽ ഞാൻ ശരണം വയ്പ്പു കർത്താവേ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ.
കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലേക്ക്, തൻ്റെ പിതൃഭവനത്തിലേക്ക് നമ്മളെ വിട്ട് നമുക്കേവർക്കും പ്രിയപ്പെട്ടവരായിരുന്ന കുഞ്ഞമ്മ ടീച്ചർ യാത്രയായിരിക്കുകയാണ്. തീർച്ചയായും വേർപാട് വേദനാജനകമാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ മനുഷ്യരെന്ന നിലയിൽ ഇത് അനിവാര്യവുമാണ്. കഴിഞ്ഞ വർഷക്കാലം ഒത്തിരി ആളുകൾക്ക് മൂല്യത്തിൻ്റെ, വിജ്ഞാനത്തിൻ്റെ നന്മ കൊടുക്കാനായിട്ട് ടീച്ചറിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഭർത്താവിനോടും മക്കളോടും ഒത്ത് നല്ല ഒരു കുടുംബിനിയാകുവാനും കഴിഞ്ഞു. ദൈവത്തിന് നന്ദി പറയാം. എന്തെങ്കിലും കുറവുകൾ ടീച്ചറിൻ്റെ ജീവിതകാലത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് ഈ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അനുഭവിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവം, ഞങ്ങളുടെ പാപമോചനത്തിനായി പരിണയം ആശീർവദിക്കുന്നു. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സുഗന്ധദേവയുടെ പരിമളത്തിന്റെ നാമനാജീവം ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചലനത്തിൽ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയത്തോടെ നിർണയിക്കും. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തെ ഭൂമിയിലെ രാജാവും ജീവന്റെ മരണത്തിന്റെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കുക. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവനെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നും ആദത്തെ സൃഷ്ടിച്ചവരും യാതൊരു സന്താനങ്ങളുടെ ഉത്ഥാനങ്ങളെ നവീകരിക്കുന്നതുമായ കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെ മരണത്തിന്റെ നാഥനുമാകുന്നു.
പിതാവും പുത്രനും പരിശുദ്ധാത്മ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എല്ലാ തിന്മകളിൽ നിന്ന് രക്ഷിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കരുണയാൽ നിങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്തെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഇങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെ മേലത്തെ നാഥനമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് ദേവേശ്വരായിരിക്കോ. ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുളയിലെ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും. അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. വിജ്ഞാനം പ്രസംഗിക്കുന്നു. തിരുവാക്യങ്ങൾ ശാന്തി നിരക്കു പകർന്നീടും. മധ്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളവരക്ഷയനാകും. മധ്യതയേവം സകലേശം നിതരാനൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നു. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാവാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിരുത്തണമേ. നല്ല വരുത്തു വലം പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരി, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതമാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന്
നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അത് വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇത് വിശ്രയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിന്റെമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപോകുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്തായ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ദാസരുടെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകളയും ചെയ്യട്ടെ. നിന്റെ മകനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കഥാവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. നിന്റെ കാരണം ആത്മാവിന്റെ ഹൃദയാശയം നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായ അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവിൽപ്പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണോ. ജീവനുയരും ഞാനാകുന്നു കരയരുദേവം കരുണയോടന്തികമാർന്നതിലേശൻ ശാന്തി പൊഴിഞ്ഞു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ അത്ഭുതനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കട്ടെ. സ്നേഹമുള്ളവരെ, മനസ്സരീരവും വഹിച്ചുകൊണ്ട് നമ്മുടെ ഇടവക ദേവാലയത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ്. ഭക്തിപൂർവ്വം തുടർന്നും ഈ കർമ്മങ്ങളിൽ പങ്കുചേർന്ന് നമുക്ക്
ഈ ടീച്ചറിന് വേണ്ടി പ്രത്യേകം പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു, ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.
വിളക്കിൻ്റെ നാളമേ തെളിഞ്ഞു വരൂ, ഹൃദയം തേങ്ങി നിൽപ്പൂ ഇരുളിൻ്റെ വാതിലിൽ, വിളിക്കുന്നു യേശുവേ ഇറങ്ങി വരൂ. പുലരെ ഞാൻ തുറന്നു മനസ്സിൻ്റെ ജാലകം, വിളക്കിൻ്റെ നാളമേ. എനിക്കു ചുറ്റും നിരന്നവരെ നോക്കാതെ ഞാനെങ്ങോ, മതിച്ചിടുമ്പോൾ മനസ്സിനുള്ളിൽ തീരാശാപം പെയ്തു. കഴിഞ്ഞോരാ കാലങ്ങളെ മറക്കുവാൻ ഞാൻ പഠിച്ചു. കഴിവില്ല പാവങ്ങൾക്കായി മടിശീല ഞാനടിച്ചു. ആരോടും പറയാതെ വീതം നൽകി പാപമുക്തനായി. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി ഉറുമ്പിലെ കുഞ്ഞമ്മ ചാക്കോയുടെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായി ഈ മകൾ വ്യക്തിയോടുള്ള സ്നേഹവും ആദരവും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾക്ക് തിരിച്ചു നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് കാണിക്കയായി നൽകുവാനുള്ളത് ഞങ്ങളുടെ ഈ സ്നേഹവും ഞങ്ങളുടെ ബഹുമാനവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചാറുകളുടെ രൂപത്തിൽ സമർപ്പിച്ച് അവിടെ നമ്മൾ യാത്രയാക്കുകയാണ്. 82 വർഷക്കാലം ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയായി ഏതാണ്ട് ജീവിച്ച് മതിയാവോളം എന്ന് പറയാൻ, കൊതി തീർന്നു എന്ന് പറയാനായില്ല, മതിയാവോളം മതി എന്ന് പറയത്തക്കോളം ജീവിച്ചതിന് ശേഷം ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ പ്രതിഫലം വാങ്ങിക്കുവാൻ നമ്മൾ ആരും ജോലി ചെയ്താൽ കൂലി അല്ലെങ്കിൽ പ്രതിഫലം അർഹിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പ്രതിഫലം അർഹിക്കുന്നവരാണ്. ജീവിതം നൽകിയ ദൈവം ആ ജീവിതത്തിൽ നമ്മൾ ചെയ്ത നന്മകളെ കണക്കിലെടുത്തുകൊണ്ട് ആ ജീവൻ തിരിച്ചു വാങ്ങുമ്പോൾ അതിന് പ്രതിഫലമായി നൽകുന്ന സമ്മാനമാണ് നമ്മുടെ നന്മകളുടെ കുമ്പാരം. ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഈ സഹോദരിയുടെ വേർപാട് ഏറ്റവും അധികമായി ദുഃഖിക്കുന്നത് പ്രിയ ഭർത്താവ്, ഞങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ ചാക്കോസാണ്. ആ ഭർത്താവിന് മക്കളായിരിക്കുന്ന സലിംജിക്കും സാലിംജിക്കും സോണിയാജിക്കും മരുമക്കളായിരിക്കുന്ന സിബിയ, ലിസി, ദിലീപ്, കൊച്ചുമക്കൾ എന്നിവർക്ക് ഇന്നിവിടെ കൂടിയിരിക്കുന്നവരും കൂടാൻ പറ്റാത്തവരുമായ ഇടവക സമൂഹത്തിൻ്റെയും ഈ നാട്ടുകാരുടെയും പേരിൽ ആത്മാർത്ഥമായ അനുശോചനം നൽകുകയാണ്, പ്രാർത്ഥനകൾ നേരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പള്ളിയുടെ വിശുദ്ധമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടേതായ ലിമിറ്റേഷൻസിനെ കണക്കെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുക. അധികമൊന്നും കിട്ടുകയില്ല, പക്ഷേ പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കും ഉറുമ്പിലെ കുഞ്ഞമ്മ ടീച്ചറിനെ അറിയാത്തവർ ഉണ്ടാകുമോ? ആരെങ്കിലും ഉണ്ടായിരിക്കാം, പക്ഷെ അറിയുന്നവർ ധാരാളമുണ്ട്. കരിമന്നത്ത് ജീവിതം തുടങ്ങിയതിന് ശേഷം
ഹർഷ ട്യൂട്ടോറിയൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായിട്ട് ഈ മകതി ചെയ്ത സേവനത്തെയാണ് അന്നത്തെ വിദ്യാർത്ഥികളും ഇന്ന് ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ എത്തി പരിരസിക്കുന്നവരുമായ ആളുകൾ, അതുപോലെ അയൽവാസികളും നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ അനുസ്മരിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ തികഞ്ഞ് നിന്നുകൊണ്ട് അല്ലെങ്കിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഭർത്താവിൻ്റെ ജീവിത ശൈലിക്കൊത്ത സാമൂഹ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ പൊതുജീവിതത്തിലും വിദ്യാഭ്യാസ രംഗത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഭർത്താവിൻ്റെ ആ ജീവിത ശൈലിക്കൊപ്പിച്ച് മൂവിങ് ഇൻ പേസ് വിത്ത് ഹിസ് ലൈഫ് സ്റ്റൈൽ എന്നതുപോലെ നിന്നുകൊണ്ട് ഉത്തമമായി പിന്തുണ നൽകിയ ഒരു സഹധർമ്മിണിയാണ്. കുഞ്ഞുങ്ങൾക്കൊരു നല്ല അമ്മയാണ്. കൊച്ചുമക്കൾക്ക് സ്നേഹമുള്ള വാത്സല്യമുള്ള വല്യമ്മയാണ്. അതുപോലെ കുടുംബത്തിൽ ഉള്ള സഹോദരി സഹോദരങ്ങൾക്ക് നല്ല ഒരു സഹോദരിയും ചേച്ചിയും അനിയത്തിയും ആൻറ്റിയും ഒക്കെയായി നിന്നുകൊണ്ട് ഈ ലോകത്തിൽ സേവനമനുഷ്ഠിച്ച് ജീവിതത്തിൻ്റെ ധന്യത പ്രാപിച്ച് ദൈവം നൽകിയ ജീവിതത്തെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഈ സഹോദരി ഇവിടെക്കുറിച്ച് അനുസ്മരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ഈ കോണ്ടെക്സ്റ്റിൽ, അതായത് സഭയുടെ ആ നോട്ടത്തിൽ നമ്മളിന്ന് കടന്നു പോകുന്ന ആഗമനകാലം, ദ അഡ്വെന്റ് സീസൺ എന്ന് പറയും. വലിയവനായ ഒരുവന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന അഡ്വെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ഒരാളുടെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമെന്നാണ് അർത്ഥം. ക്രിസ്ത്യാനികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ക്രിസ്തുവിന്റെ പിറവി തിരുനാളിനെയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആഗമനത്തെയാണ്, അല്ലെങ്കിൽ ഒരിക്കൽ വന്ന ആ ക്രിസ്തുവിന്റെ ആ ആഗമനത്തിന്റെ അനുസ്മരണയാണ് എല്ലാ വർഷവും നമ്മുടെ ഈ കാലഘട്ടത്തിൽ അനുസ്മരിക്കുകയായിരുന്നു. അങ്ങനെ അഡ്വെന്റ് സീസണിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരം ആരാണ്? പരിശുദ്ധ കന്യകാമറിയം എന്ന് തന്നെ ഞാൻ പറയും. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ് യേശുവിനെ ലോകത്തിന് ലഭിക്കുന്നത്. യേശുവിന്റെ അമ്മയായി തീരുവാൻ ഭാഗ്യം ലഭിച്ച ആ മനുഷ്യ സ്ത്രീ കേവലം നമ്മളെപ്പോലൊരു മനുഷ്യ സ്ത്രീയാണ്. എങ്കിലും ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്താൽ സമ്പന്നയാക്കപ്പെട്ട ആ ജീവിതത്തിന്റെ ഉടമ എന്നുള്ള അഭിമാനത്തോടു കൂടി ദൈവപുത്രനായ യേശുവിന്റെ അമ്മയാക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചവൾ എന്നുള്ള മഹാഭാഗ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് അവൾക്ക് വ്യക്തിപരമായിട്ടും അവളിലൂടെ നമ്മുടെ സമൂഹത്തിനും ലോകത്തിനും മുഴുവനും ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് അവൾ ചൊല്ലിയതായ കീർത്തനമാണ് കുഞ്ഞമ്മ ടീച്ചറിനെ കുറിച്ച് ഓർത്തപ്പോൾ എൻ്റെ അനുസ്മരണയിൽ പ്രധാനമായിട്ടും തെളിഞ്ഞു വരിക. My soul proclaims the greatness of the Lord. The Canticle of Mary എന്ന് പറയുന്ന ഭാഗത്ത് സുവിശേഷത്തിൽ സുവിശേഷത്തിലുണ്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ മറിയത്തിന്റെ സ്തോത്രഗീതം എന്നാണ് പറയുക. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്തോത്രഗീതം. The greatness or my soul proclaims the greatness of the soul. ദൈവത്തിന്റെ മാഹാത്മ്യത്തെ എൻ്റെ ആത്മാവ് പ്രൊക്ലെയിം ചെയ്യുകയാണ്, പ്രസ്താവിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നാണ് പറയുക. ഈ സ്തുതിപ്പാണെന്ന് നമ്മളെല്ലാവരും ഏറ്റുചൊല്ലുക. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് യേശുവിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറെടുക്കുക. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് പ്രിയകരിയായിരിക്കുന്ന കുഞ്ഞമ്മ ടീച്ചറും ഇത് തന്നെയാണ് വിളിച്ച് പറയുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ്. 82 വയസ്സ് വരെ അല്ലെങ്കിൽ 82 വർഷത്തിലെ ആയുസ് ജീവിച്ച് തന്നെയായി തീർന്ന അവൾ അതിന്റെ എല്ലാ രത്നച്ചുരുക്കമായിട്ട് ഇന്ന് കർത്താവിനോട് വിളിച്ചു പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറയുന്നത്, പ്രിയപ്പെട്ട കർത്താവിനോടും മക്കളോടും കൊച്ചുമക്കളോടും അയൽവാസികളോടും കുടുംബാംഗങ്ങളോടും ലോകത്തോട് മുഴുവനും വിളിച്ചു പറയുന്നത് My soul proclaims the greatness of the Lord എന്ന് തന്നെയാണ്. പരിശുദ്ധ കന്യകാമറിയം ചൊല്ലിക്കൊടുത്ത ആ വലിയ പ്രകീർത്തനം, ആ വലിയ സങ്കീർത്തനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ദൈവം നൽകിയ മഹത്വത്തിന്റെ അല്ലെങ്കിൽ നന്മയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. കുഞ്ഞമ്മ ടീച്ചർ ഇതുപോലെ തന്നെ പറയുന്നു എന്നാണ് എനിക്ക് തോന്നുക. കാരണമുണ്ട്, 82 വർഷങ്ങൾക്കപ്പുറം ജനിച്ചു കിടന്നത് കേരളത്തെ ചെട്ടിയാങ്കുന്നൽ കുടുംബത്തിലാണ്. അധികമൊന്നും എനിക്ക് അറിഞ്ഞുകൂടായെങ്കിലും ക്രിസ്തീയ പാരമ്പര്യത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ, ധാർമ്മികതയിൽ ഉറച്ചുന്ന ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവൾ ജനിച്ചു വളർന്നത്. ശൈശവത്തിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഹൈസ്കൂൾ വിദ്യാഭ്യാസവും കടന്നു, കോളേജ് വിദ്യാഭ്യാസവും കടന്ന് ഒരു അധ്യാപികയായി തീരുവാൻ ഭാഗ്യം ലഭിച്ചു. അങ്ങനെ അധ്യാപികയായിട്ട് പലയിടത്തും ജോലി ചെയ്തുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ,
ഏതായാലും കോട്ടയം സെന്റ് ആൻസ് ഹൈസ്കൂളിൽ അധ്യാപികയെ ആയിരുന്നു എന്നത് ഞാൻ അനുസ്മരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴായിരിക്കാം ഈ വിവാഹം നടന്നത്. കരിമുഖത്തെ സ്കൂളിലെ പ്രഗത്ഭനായ ഒരു അധ്യാപകൻ UK ചാക്കോ തനിക്ക് ചേർന്നവരനായിട്ട് ബന്ധുക്കളും എല്ലാവരും കൂടി ചേർന്ന് കണ്ടുപിടിച്ചു. അവർ പരസ്പരം പറഞ്ഞു ഞങ്ങൾക്ക് സമ്മതമാണ് എന്ന്. ആ സമ്മതത്തിന്റെ വെളിച്ചത്തിൽ കത്തോലിക്ക തിരുസഭയുടെ നിയമമനുസരിച്ച് വിവാഹമെന്ന കൂതാശ ആ സാക്രമെന്റ് അവർ സ്വീകരിച്ചു ദേവാലയത്തിൽ വെച്ച് പരിപാവനമായ അന്തരീക്ഷത്തിൽ. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തതായിട്ട് വാചകമുണ്ട്, എല്ലാവരും അറിഞ്ഞുകൂടാ. ഇന്നു മുതൽ ദുഃഖത്തിലും സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടെ ഒന്നായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്ന്. ഈ വാഗ്ദാനം അന്വർത്ഥമാക്കിക്കൊണ്ടാണ് അവസാനത്തെ ശ്വാസവും കുഞ്ഞുമറ്റി ചേർന്നത്. ഇതിന് സഹായം നൽകിക്കൊണ്ട് ജീവിച്ച ആ ഭർത്താവിനെയാണ് പ്രധാനമായിട്ട് ഞാൻ അനുസ്മരിക്കുക. അഭിമാനത്തോടുകൂടി ഭാര്യയുടെ ആ വിഷമസ്ഥിതിയിലും അവസാനത്തെ നാളുകളിലും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അല്ലെങ്കിൽ ത്യാഗത്തിൻ്റെയും കൈത്തിരിയുമായി നിന്ന് ജ്വലിച്ച് ആ പ്രകാശത്തിൽ സമാധാനത്തോടെ മരിക്കുവാൻ അവസരമൊരുക്കിയ ഭർത്താവ് ചാക്കോ സാർ. അദ്ദേഹത്തിൻ്റെ ആ ജീവിതവും അദ്ദേഹത്തിൻ്റെ ആ സഹധർമ്മിണിയോടുള്ള അർപ്പണബോധവും ഇതാണ് നാം ഇവിടെ കാണുക. അതിനുവേണ്ടി എന്ത് ത്യാഗവും അധികമാവുകയില്ല, അല്പം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ള ചിന്തയോടുകൂടി ഇനിയും 10 വർഷവും കൂടി ഈ അവസ്ഥയിൽ ജീവിച്ചാലും ഞാൻ ദൈവമായി നൽകിയാൽ സേവനത്തിനും സ്നേഹത്തിനും തയ്യാറാണ്. അതുപോലെ ഉള്ള ആത്മാർത്ഥമായ ഒരു ജീവിതമായിരുന്നു ഈ ദമ്പതികൾക്ക് ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്കും അല്പമൊക്കെ അറിയാൻ സാധിച്ചു. അത് ഞാൻ അനുസ്മരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ ഒരു നല്ല ഭർത്താവിനോട് കൂടി ചേർന്ന് മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം പ്രിയങ്കയായി ജീവിച്ച ഇവൾ ഇന്ന് ദൈവത്തോട് വിളിച്ച് പറയുന്ന ആ വാക്യം അത് തന്നെയാണ്. ആരംഭത്തിലെ മാതാപിതാക്കൾ, അതായത് ചിത്യാംഗന കുടുംബത്തിലെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ചേർന്ന് നൽകി ആ ചൈതന്യം ഏറ്റുവാങ്ങിക്കൊണ്ട് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ആ അധ്യാപിക വിവാഹിതയായി കരിമുഖത്തേക്ക് വന്നപ്പോഴും അധ്യാപന ജീവിതത്തിൽ തുടരാൻ വേണ്ടി തുടങ്ങിയ ഒരു ട്യൂട്ടോറിയൽ കോളേജ് ചാക്കോ സാറിൻ്റെ ഗൈഡൻസിൽ അത് വളരെ സമർത്ഥമായ രീതിയിൽ SSLCയുടെ കവാടം കടക്കുവാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളെ പ്രധാനമായിട്ട് കണ്ടുകൊണ്ട് അവർക്ക് ആ മാർഗം സുഖകരമാക്കുവാൻ വേണ്ടി അവരെ പരിശീലിപ്പിച്ച ആ അധ്യാപകർ. അങ്ങനെ സെന്റ് ആൻസിന്റെ ജീവിതത്തിലും കരിമുഖത്തെ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ജീവിതവുമായി തികഞ്ഞു നിന്ന അല്ലെങ്കിൽ നിറഞ്ഞു നിന്ന അവൾ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ഒരു താരം തന്നെയാണ്. അതുപോലെ തന്നെ ഭർത്താവിനോട് കൂടിയുള്ള കുടുംബ ജീവിതത്തിൽ അങ്ങനെ കുടുംബത്തിലും സമൂഹത്തിലും നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ചെറുപ്പത്തെ ജീവിച്ച ആ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ഉത്തമ മകളായി തന്നെ നല്ല ഭാര്യയായി നല്ല അമ്മയായി ജീവിച്ച് കടന്നു പോകുന്ന ഈ സഹോദരിക്ക് ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്നാണ് എനിക്കിന്ന് പ്രാർത്ഥിക്കുവാനുള്ളത്. അതുപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ മാതാവിൻ്റെ ആ മഹത്വവും ദൈവത്തിന് മുഴുവനും വെടിക്കെട്ടിയതാണ്. ഇപ്പോൾ നമുക്കും പറയാം, ഇങ്ങനെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏകമനസ്സോടെ ജീവിച്ച ഈ ദമ്പതികളിൽ ഒരു ഇണം പോകുന്നുവെങ്കിലും ബാക്കി ശേഷിക്കുന്ന ആ ഭർത്താവിന് ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ദീർഘനാൾ ഇനിയും ജീവിക്കുവാൻ, ലോകത്തെ നന്മ ചെയ്യുവാൻ, സമൂഹത്തെ നന്മ ചെയ്യുവാൻ ഇടയാകട്ടെ. ആ കുഞ്ഞുങ്ങൾക്ക് സ്നേഹവും ആശ്വാസവും ലഭിക്കട്ടെ. ദൈവം അതിനാവശ്യമായ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അന്ത്യകഴാത്തോരവികല മോദം നുകരാൻ മൃതരെ മഹിമാവഴുകും മണവറയിങ്കൽ ചേർക്കണമേ. ഒരിക്കലും അവസാനിക്കാത്ത അവികല മോദം ആനന്ദത്തിൻ്റെതായി ജീവിതം അത് നുകരുവാൻ ഇനി എന്നെയും അർഹയാക്കണമേ, അങ്ങയുടെ മണവറയിൽ എന്നെയും ചേർക്കണമേ എന്ന് കുഞ്ഞുമറ്റീച്ചർ പ്രാർത്ഥിക്കുന്നു. നമുക്കും അവരോടുകൂടി ചേർന്ന് ഈ പ്രാർത്ഥന ചൊല്ലാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ വേർപാടിൻ്റെ അനുശോചനം അറിയിക്കുകയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് സർവശക്തനായ ദൈവം ഇവിടെ തൻ്റെ കാരുണ്യം നടക്കട്ടെ. ആവശ്യമായിരിക്കുന്ന ദൈവാനുഗ്രഹത്തെ അവളെ സമ്പന്നയാക്കട്ടെ. സ്വർഗത്തിലെയും മലാക്കന്മാരുടെയും വിശുദ്ധരുടെയും ഗണത്തിലേക്ക് അവളെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും
ഞാൻ സന്തോഷിച്ചു. അണയനീശോ മൃതരാമവിലർന്നും ജീവനും അതുപോൽ ശരണവും അരുളിയിടാം. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉയർത്തി. വിശുദ്ധനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമെന്നും ധന്യമാകുന്നു. മൃതിയെ പുറപോൽ നാഥനയക്കുന്നു. ദുഷ്ടനുവേളയിൽ ശിഷ്ടനു ഒരുപോലെ. ഞാൻ ദൈവത്തിലാനന്ദിക്കുന്നു. കുരിശിൽ അവസാനം ഇവിടെ നാളിൽ കൈവരുമാനന്ദം. നീയല്ലേ സൃഷ്ടിച്ചെന്റെ മേന്മയെ വിളിച്ചു. ധൂളിയിൽ നിന്നും ജന്മം എനിക്കേകി. നിന്നെ നമിക്കാം നൽകണം ഉദ്ധാനം. മാർഗധാരത്തിൽ പ്രകാശപതിച്ചു. മേഘത്തെ നാഥനെഴുന്നള്ളും. മൃതരകളിക്കും ജീവനവർക്കേകൂ. വിശുദ്ധരുടെ പ്രകാശമൊലിച്ചു. കലകപ്രഭയിൽ കബറിടമൊഴി ചിഹ്നം. അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരേങ്ങൾ കരേഷൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദിമുതലേക്കും ഈശ്വരനാഥ മരണവും ഉയരുന്നേ കൈകളിലല്ലോ നമിക്കുന്നു. പ്രാർത്ഥിക്കാവുന്ന സമാധാനം. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർത്തുകയും വന്നവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യത്തോടെ ഞങ്ങളെ സംരക്ഷിക്കുകയും കാരുണ്യത്തോടെ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിക്കുകയും മരിച്ചവരെ അഭ്യർത്ഥിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ മുഖങ്ങളുടെ രാജാവാകുന്നു. ജീവന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിന്റെ ശരീരങ്ങളെ നോക്കുന്നറിയിക്കുന്നു. ഇവന്റെ വരത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദിസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു പുദാസുകളാൽ എന്റെ ആത്മാവിൽ കൃപാവനം ചെയ്യുകയും ചെയ്ത് പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് ഭക്ഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെയും സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാവട്ടെ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും
ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം, സ്വർലോകമല്ലോ നിത്യഗേഹം. വിശ്രമം കൊള്ളുന്ന കപടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനവരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. അതിനെ കഴുകുക, ഞാൻ അതിനേക്കാൾ വെണ്ണയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യനെ പൊടിയാകുന്നു, പൊടിയിലേക്ക് എന്നെ മടങ്ങുമെന്ന് ചെയ്യുക. സർവ്വത്തിന്റെ നാഥനായിരുന്നു നിന്റെ ഉയർത്തിന്റെ മോചനത്തോടുകൂടി അവസാന ദിവസത്തിന്റെ ഉദ്ധാനത്തിലേക്ക് നീ സ്വീകരിച്ച ആവശ്യങ്ങൾ മറ്റുള്ള ദൈവത്തിന്റെ ആസനത്തിന് എന്നെ സഹായിക്കട്ടെ. രക്ഷിതാത്മാവുമായി മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ല വലത്തു വലം ഭാഗേ. അവിടുത്തെ ആശ്വാസം കൊടുക്കുന്നവനുമായി കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവിൻ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയ മണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയ മണിഞ്ഞ
കണ്ണീര് ഒഴുകുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്തരുമേ തേടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവമഞ്ജനായകമായ ശബ്ദത്താൽ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിഗതിയുടെ ദിവസത്തിൽ നിന്റെ ദാസി കുഞ്ഞമ്മയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കൊടുക്കുന്നവനും ജന്മം നിറഞ്ഞവനും ഏറ്റുമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മനുഷ്യരെ നീ കരുണാപൂർവ്വം ജീവിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയുടെ കൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. എന്റെ നീതിമാന്മാരോടും ശുദ്ധരോടും കൂടെ ദുർഘടമായ ഉയർപ്പുമായ ശുദ്രാത്മാവുന്ന ഓസ്ട്രിയയിലേക്ക് ഈ സർവോത്രിയെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ അംശികാരമോകിയ ശരീരത്തിലേക്ക് അവിടുത്തെ ക്രമിക്കുകയും ഈ സംസാരത്തിൽ സംഭവിച്ച് ഈ സർവോദയെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ കൃപ നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തിൽ നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും കർത്താവേ, സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കണ്ണീരിലും അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പിരിയാം ഇപ്പോൾ കാണാം അവിടെ.
മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതുമേ പിന്നിൽ മനസാലുപേക്ഷിച്ച് പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു എൻ കുറവുകളേതുമേ സഹിച്ചു ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു പ്രിയരേ ഇനി മാപ്പു നൽകണേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല പകരം
എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.